അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫമിസ്റ നൈലിൻ ثم ബാഖിൽ അൻഹറു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന് കിട്ടിയതാകുന്ന വെള്ളമാണ്. നദിയുടെ ഉറവ പോലെ നബി തങ്ങളുടെ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് മുസബ്ബിഹയുടെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് ഉത്ഭവിച്ചതാകുന്ന വെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ വെള്ളത്തിന് വേണ്ടി ദുഃഖിച്ചപ്പോ, വെള്ളത്തിന് വേണ്ടി നബി തങ്ങളോട് കേണപേക്ഷിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ്. ഒരു ചെറിയ കുടത്തിൽ വെള്ളമുണ്ട്, അതിലേക്ക് നബി തങ്ങൾ കൈയിറക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് പറയുകയാണ്, അതിൽ നിന്ന് ഇതാ വെള്ളം ഉത്ഭവിക്കുകയാണ്, പുറത്തേക്ക് ഒഴുകുകയാണ്. അന്ന് സ്വഹാബത്ത് മുഴുവനും അതിൽ നിന്ന് കുടിച്ചു. അവർക്ക് വേണ്ടുന്നത് മുഴുവനും അവർ അതിലൂടെ കൊണ്ടുവന്നു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ ഉത്ഭവിച്ച വെള്ളമാണ്. ആ വെള്ളത്തിനാണ് ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അത് കഴിഞ്ഞുപോയി. രണ്ടാമത്തത് അത് അന്നുണ്ടായിരുന്നുള്ളൂ, അത് നബിയുടെ ആ സമയത്തോടെ അത് കഴിഞ്ഞ് അല്ലാഹ് സ്റ്റോപ്പാക്കി. സ്വഹാബത്തിന് വേണ്ടി മാത്രം, അക്കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം. രണ്ടാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം പിന്നെ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ് സംസം വെള്ളം. പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം ഏതാ? രണ്ടാമത്തേത് ഏതാണ്? സംസം വെള്ളം. ഏത് സംസം വെള്ളം? നമ്മൾ ഉംറയ്ക്കൊക്കെ പോയിട്ട് 5 ലിറ്റർ കൊണ്ടുവന്നിട്ട് മൂലയ്ക്ക് കൊണ്ട് തള്ളി വെച്ചിട്ടില്ല, അള്ളാഹ് ജീവിതത്തിൽ കുടിക്കൂല. മരിക്കാറാകുമ്പോഴത്തേക്കും പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ഇങ്ങനെ വാപ്പാടത്തുണ്ടാക്കി വരച്ചു കൊടുക്കുക. അപ്പൊ ഒന്ന് കുടിക്കുക വാപ്പ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വാപ്പാക്ക് കൊടുത്തിട്ടില്ല. ആ സംസം വെള്ളം അത് ഇന്നെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് കുടിച്ചോ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരുടെയും പരിപാടി സംസം വെള്ളം ഇച്ചിരി സൂക്ഷിക്കണം. പക്ഷെ ഇത് വീട്ടിലുള്ളവർക്ക് ഒരു നേരവ് കൊടുക്കൂല. അതിന് അവിടുന്ന് തന്നെ ഇങ്ങനെ ചെറിയൊരു ഗ്ലാസും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. യാ അല്ലാ, കാവ കുടിക്കുന്ന ഗ്ലാസ്സാ അത് പോയിട്ട് ഇവിടെ വന്നിട്ട് യാ അല്ലാ എല്ലാവർക്കും ഇതിനകത്ത് കൊടുക്കുക. വയറ് നിറച്ചു കൊടുക്കൂല, വാപ്പാക്കും ഉമ്മാക്കും പോലും. അവസാനം മരിക്കാറായി കിടക്കുമ്പോ വാപ്പ മരിക്കല്ലേ വാപ്പ, ഇച്ചിരി സംസം വെള്ളം കുടിക്കുക വാപ്പ. പഞ്ഞിക്കകത്ത് മുക്കിട്ട് ചുണ്ടിലിട്ട് വരയ്ക്കാൻ, ചുണ്ട് നനച്ചു കൊടുക്കുക, 10 വട്ടം വരച്ചു കൊടുക്കുക. അപ്പാണ് വാപ്പാക്ക് ഇച്ചിരി ഇറക്കാൻ തോന്നുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കലുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചോ, നിസ്സാര കാര്യമില്ല. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഇന്ന് കിട്ടുന്നതിൽ വെച്ച് സംസം വെള്ളം ശരിക്കും കുടിച്ചോ. അതല്ലേ സംസം വെള്ളം അവിടെ കിട്ടുമ്പോൾ വയറ് നിറയ്ക്കണമെന്നാ, സംസം കൊണ്ട് വയറ് നിറയ്ക്കണമെന്നാ. നമ്മളെന്ത് ചെയ്യുന്നു? വെച്ച് കുടിച്ച് മതി. തണുപ്പുള്ളതും തണുപ്പില്ലാത്ത ഒക്കെ ഉണ്ട് അവിടെ, എല്ലാം സെപ്പറേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കത്തും മദീനത്തും പോയത് അല്ലേ? പോയവരൊന്ന് കൈവർത്തിക്ക്. എത്ര പേരുണ്ട്? അൽഹംദുലില്ലാഹ്. പോകാത്തവർക്ക് ഇനി എത്രയും പെട്ടെന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഷാബ് സാഹിബ് പോയായിരുന്നല്ലേ? അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ സംസം വെള്ളമാണ് രണ്ടാമത്തെ ശ്രേഷ്ഠത. മൂന്നാമത്തേതാണ് ഫൽ കൗസറു, ഹൗദുൽ കൗസർ. ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാമത്തേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഹൗദുൽ കൗസറിലെ ഉലമാക്കൾ പറയുന്നു അത് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാമത്തേതാണ്. കാരണം നബിയുടെ വല്യാപ്പയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. ഇസ്മായിൽ നബി കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ് സംസം വെള്ളം. നബി മോശമാക്കിയതല്ല, മറിച്ച് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ തേനിനേക്കാൾ മധുരം, തേനിനേക്കാൾ മധുരം, അഹ്ലാമിനൽ അസലി വ അബിയദു മിനൽ വരിഖി, വെള്ളിയേക്കാൾ നല്ല വെണ്മയുള്ള വെള്ളമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വെള്ളി കണ്ടിട്ടില്ല, നല്ല ഒറിജിനൽ വെള്ളി. ആ വെള്ളിയുടെ അതിനേക്കാൾ വെണ്മയാണ്, നല്ല വെളുപ്പായിരിക്കും. തേനിനേക്കാൾ മധുരമായിരിക്കും, ഭയങ്കര ടേസ്റ്റാണ്. ആരെങ്കിലും ഹൗദുൽ കൗസർ എന്നൊരു കോപ്പ കുടിച്ചാൽ പിന്നെ ഒരിക്കലും അവന് ദാഹം ഉണ്ടാവൂല. സംസം വെള്ളത്തിന് അങ്ങനെയില്ല, കുടിച്ചാൽ വീണ്ടും ചിലപ്പോൾ ദാഹം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതേസമയത്തിന് ഹൗദുൽ കൗസറിന് ഇങ്ങനെയൊക്കെയുള്ള മഹത്വമാണ്. ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ സംസം വെള്ളമാണ് ടോപ്പ്. അതിനേക്കാൾ ഒക്കെ പഠിച്ചു വെക്കണം. മുസ്ലിം സമുദായം അറിഞ്ഞോ, ഉലമാക്കൾ പഠിപ്പിച്ചതാണ്. പിന്നെ പിന്നെ നൈൽ നദിയുടെ വെള്ളമാണ് നാലാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം. ഏറ്റവും ശ്രേഷ്ഠതയുള്ള നബിയുടെ കയ്യിൽ നിന്ന് ഉത്ഭവിച്ചു, അത് പോയി. ഇനി ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പ് ഏതാ? സംസം വെള്ളം. പിന്നെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഹൗദുൽ കൗസർ. പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഇതാ നൈൽ നദിയിലെ വെള്ളം. സുമ്മ ബാക്കിൽ അൻഹുറു. പിന്നെ കുമ്മനത്തുള്ള വെള്ളവും നമ്മുടെ ലീഗ് ജംഗ്ഷനിലുള്ള വെള്ളവും എല്ലാം സംഭവമാണ്.
ലോകത്തുള്ള എല്ലാ വെള്ളവും എന്താണ്? സമമാണെന്നർത്ഥം. അപ്പൊ ഈ സംസം വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കുന്നത്. നബിയുടെ ഹൃദയം കഴുകാണ്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം, അതുകൊണ്ട് ഹൃദയം നബി തങ്ങളുടെ കഴുകി 3 പ്രാവശ്യം ഇങ്ങനെ പലപ്പോഴായി ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകൾ കാണാം. എന്തിനു വേണ്ടിയാണ്? അതൊരു യാത്രയ്ക്ക്, അള്ളാന്റെ അടുത്തോട്ട് പോവാ. അപ്പൊ ഹൃദയം നല്ല സ്ഫുടമായിരിക്കണം, റബ്ബിന്റെ അടുക്കലേക്ക് പോവാൻ. ഭയങ്കര യാത്രയാണത്. സത്യത്തിൽ അത് 2 ദിവസം പറയാൻ തന്നെ ഉണ്ട്. അതുപോലെ ഉണ്ട് വിഷയം. ഞാനത് ചുരുക്കി പറയാണ്, 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാരണം ഈ രാവിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരിക്കണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയാണ് ഉമ്മഹാനിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ഹൃദയം കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോയാണ്. മസ്ജിദുൽ ഹറാമിലെത്തി റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ നബിയേ തവാഫ് ചെയ്യണേ റസൂലേ, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യണേ. വതുഫ് ബിൽ ബൈത്തി സബ്ആ യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ കഅബ 7 പ്രാവശ്യം പ്രദർശനം വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി ബുറാഖ് എന്ന കമനീയമാകുന്ന വാഹനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ കൊണ്ടുപോവുകയാണ്. പരിശുദ്ധമായ ഇസ്റാആണ്. പരിശുദ്ധമായ മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ, അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും വിദൂരത്തുള്ള പള്ളിയാകുന്ന മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ. പരിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം പ്രയാണം നടത്തിയതാകുന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. അസ്റ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പ്രയാണം നടത്തുക, രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനാണ് ആ പദപ്രയോഗം ഉണ്ടാകുക. ലൈലൻ എന്ന് പറഞ്ഞാൽ നക്രയായിട്ടാണ് പ്രയോഗിച്ചത്. അല്ലൈൽ അലിഫും ലാമും കൂടി ചേർത്തിട്ടാണ് എങ്കിൽ രാത്രി മുഴുവനും എടുത്തു ആ യാത്രയ്ക്കെന്ന് വരും. അങ്ങനെയല്ല, ലൈലൻ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇതേ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാമയുടെ വീട്ടിൽ വിശ്രമിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഒറ്റ പോക്ക് നേരെ മക്കത്തിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക്. ആ കാലഘട്ടത്തിൽ, അന്ന് നബിയുടെ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകണമെങ്കിൽ 40 ദിവസം എടുക്കും. 40 ദിവസം എടുക്കും. പക്ഷെ പോയിട്ട് വന്നതാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. അവിടം വരെ അല്ല, അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി. സുബ്ഹാനല്ലാഹ്. ഖുബ്ബത്തു സഹറായിൽ നിന്ന് തൊട്ടടുത്തുള്ളതാകുന്ന ഖുബ്ബയിൽ നിന്ന് പാറപ്പുറത്ത് നിന്ന് ഒരൊറ്റ പോക്ക് നേരെ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക്. അള്ളയെ പോയി കണ്ട് തിരിച്ച് നേരെ ഇവിടെ വന്നു. ആള് സുബഹിയായപ്പോൾ തിരിച്ചെത്തി. ആണ് യാത്ര. അതെന്നാ നടന്ന? അത് ഈ രാത്രിയിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി ഇൻദ കസീബിൽ അഹ്മർ. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ളതാകുന്ന ചുവന്ന കുന്നിന്റെ താരത്തുള്ളതാകുന്ന പരിശുദ്ധമായ പള്ളിയുടെ ചാരത്തുള്ളതായ മഖാമിൽ ബഹുമാനപ്പെട്ട മൂസാ നബി നമസ്കരിക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി നമസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാനിതാ മസ്ജിദുൽ അഖ്സയിലെത്തി. ഞാനിതാ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്റെ പിന്നിലിതാ അമ്പിയാക്കൾ മുഴുവനും വന്ന് നിൽക്കുകയാണ്. എല്ലാ അമ്പിയാക്കളെയും പിന്നിലാക്കി ഞാൻ അവരുടെ മുന്നിൽ ഇമാമത്ത് നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയാ. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുകയാണ്. ദുഃഖിച്ചിരുന്നതാകുന്ന പ്രവാചകരെ,
ദുഃഖിച്ചിരുന്നതാകുന്ന പ്രവാചകരെ ഇതാ ഒരു ആദരവിന് സാക്ഷ്യം വഹിക്കുകയാണ്. അമ്പിയാക്കളുടെ നേതൃത്വമാണ് തങ്ങൾ, സയ്യിദുൽ അംബിയാ, സർവ്വ അമ്പിയാക്കളുടെ നേതൃത്വമാണ്. അതുകൊണ്ട് തങ്ങൾ അവർക്ക് ഇമാമത്തായി നിന്നുകൊണ്ട് 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുന്നു. അവിടെ നിന്ന് തൊട്ടടുത്തുള്ളതാകുന്ന ഖുബ്ബത്ത് സുഹ്റയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു യാത്ര തിരിക്കുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിൽ ഒരൊറ്റ യാത്രയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നാം ആകാശത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതം അരുളുകയാണ്. മർഹബാ ബിൻ നബി സാലിഹ് വൽ ഇബ്നി സാലിഹ്. സ്വാഗതം സ്വാഗതം സ്വാഗതം. രണ്ടാം ആകാശത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്, സ്വാഗതമരുളുകയാണ്. 2 പേരും കൂടി സ്വാഗതമരുളുകയാണ്. അവിടെ നിന്ന് ഭൂതാകാശത്തേക്ക് കയറുകയാണ്. 3-ാം ആകാശത്തേക്ക് എത്തിയപ്പോ അവിടെ അതാ വാതിൽ തുറക്കാൻ പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു. ജിബ്രീലാണെന്ന് പറഞ്ഞു. ഓരോ കവാടത്തിങ്കിലും ചോദ്യമുണ്ട്, മറുപടിയുണ്ട്. അവിടെയെല്ലാം മറുപടി കൊടുത്തു. എന്റെ കൂടെയുള്ളത് മുഹമ്മദാണ്. വാതിലുകൾ തുറക്കപ്പെടുകയാണ്. കാരണം ഈ വാതിലുകൾ പടക്കപ്പെട്ടത്, ഈ ആകാശ സീമകളെ പടക്കപ്പെട്ടത്, അനന്തകോടി നക്ഷത്ര താരകങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ഈ പ്രവാചകർക്ക് വേണ്ടിയാണ്, പ്രവാചകർക്ക് വേണ്ടിയാണ്, ഈ മുഹമ്മദ് എന്ന നാമധേയത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തുറക്കാത്ത വാതിലുകളില്ല, തുറക്കാത്ത കവാടങ്ങളില്ല. എല്ലാ കവാടങ്ങളിലും മലക്കുകൾ നിന്നുകൊണ്ട്, പ്രവാചകന്മാർ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. അവരിതാ സ്വാഗതം അരുളുകയാണ്. 3-ാം ആകാശത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാഗതം അരുളുകയാണ്, സ്വാഗതം പറയുകയാണ്. 4-ാം ആകാശത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വാഗതം അരുളുകയാണ്. 5-ാം ആകാശത്ത് ഹാറൂൻ നബി സ്വാഗതം അരുളുകയാണ്. 6-ാം ആകാശത്ത് മൂസാ നബി സ്വാഗതം അരുളുകയാണ്. 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി സ്വാഗതം അരുളുകയാണ്. ഓരോ പ്രവാചകന്മാരും മർഹബാ മർഹബാ ബിൻ നബി സാലിഹ്, സാലിഹായ പ്രവാചകരെ കടന്നു വരണേ, കടന്നു വരണേ. എല്ലാവരും സ്വാഗതം അരുളുകയാണ്. 7 ആകാശങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഇതാ പ്രയാണം നടത്തുകയാണ്. കൂടെ ജിബ്രീലുണ്ട്. ബുറാഖ് എന്ന വാഹനത്തിലാണ് യാത്ര. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അതാ പരിശുദ്ധമായ പ്രവാചകനുമായി പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുടെ പരിസരമെത്തിയപ്പോ ജിബ്രീൽ നിൽക്കുകയാണ്. ജിബ്രീൽ നിൽക്കുകയാ. ജിബ്രീൽ പറയുകയാണ്, നബിയേ, ഇനി എനിക്കങ്ങോട്ട് പ്രവേശനമില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കടക്കോ പ്രവാചകരെ, തങ്ങളെ യാത്ര പോകൂ. എനിക്ക് ഇവിടെ വരെ വരാൻ പറ്റുകയുള്ളൂ. ഇനി അങ്ങോട്ട് വന്നാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും നബിയേ. തങ്ങൾക്ക് പോകാം, തങ്ങൾക്ക് പോകാം. അതിന് പാകപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളുടെ ഹൃദയം, അതിന് പാകപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളുടെ ശരീരം. കടന്നു പോകണേ റസൂലേ, കടന്നു പോകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലെ പേടിക്കാതെ പോയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സംഹാരകർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ പടച്ച റബ്ബിനെ നേരിട്ട് കാണുകയാണ്, കാണുകയാണ്. സുമ്മതനാ ഫതദല്ലാ فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى لقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربي الكبرى. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ ആ രംഗം വിശദീകരിക്കുകയാണ്. അല്ലാഹുവുമായി അടുക്കുകയാണ്. അമ്പ് വില്ലിലേക്ക് ചേർന്നിരിക്കുന്നത് പോലെ അല്ലാഹുവും റസൂലും
റസൂലും അടുക്കുകയാണ് പരസ്പരം സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രയുടെ പര്യവസാനം മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയതാണ് പരിശുദ്ധമായ നമസ്കാരം. ആ നമസ്കാരം 50 വഖത്ത് കൊടുത്തു. അതുമായി താഴേക്ക് ഇറങ്ങിയ മുത്തുനബി അതാ പരിശുദ്ധ മൂസാ നബിയെ കാണുകയാണ്. ആറാൻ ആകാശത്ത് കൊണ്ട് മൂസാ നബി പറയുകയാണ്, നിന്റെ സമുദായത്തിന് 50 വഖത്ത് കഴിയില്ല നബിയേ, തിരിച്ചു പോകണേ റസൂലേ. ചുരുക്കാൻ പറയണേ അല്ലാഹുവിനോട്. അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു പോവുകയാണ്. 9 പ്രാവശ്യം തിരിച്ചയക്കുകയാണ്. 5 വഖത്ത് വീതം കുറച്ച് അവസാനം 5 വഖത്താക്കിയിരിക്കുകയാണ്. 50 വഖത്ത് കൊടുത്ത നമസ്കാരം 5 വഖത്താക്കി ചുരുക്കിയിട്ട് വീണ്ടും നബി തങ്ങൾ ഇറങ്ങുമ്പോ മൂസാ നബി പറയുകയാണ്, മുഹമ്മദേ നിന്റെ സമുദായത്തിന് കഴിയുകയില്ല മുഹമ്മദേ, ഒന്നുകൂടി തിരിച്ചു പോകണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എനിക്ക് ലജ്ജയാണ് മൂസാ നബി. അല്ലാഹുവിന്റെ അടുക്കൽ 9 പ്രാവശ്യം പോയിട്ട് മടങ്ങി വന്നവനാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും. എന്റെ സമുദായത്തിൽ ഇത് കൃത്യമായി അനുഷ്ഠിക്കുന്നവരുണ്ടോ അവർക്ക് തീർച്ചയായും അല്ലാഹുവിനെ കാണാൻ പറ്റുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറബിനെ നേരിട്ട് റസൂലുള്ള കണ്ട രാത്രിയാണ് ഈ രാത്രി. അഖ്തറേ ശാം കീ ഫലക് സേ ആവാസ്, ലോകത്തുള്ളതാകുന്ന സർവ്വ നക്ഷത്രങ്ങളും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മുഴുവനും പ്രകാശത്താൽ പ്രോജ്വലിച്ച രാവാണ് ഈ രാവ്. സജദ കർതി ഹേ ജിസേ സഹർ വോ ഹേ ആജ് കീ രാത്. ഏതൊരു പ്രഭാതമാണോ പ്രദോഷത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടുള്ളത് അത് ഈ രാത്രിക്കാണ്. ഈ രാത്രിയുടെ മുന്നിലാണ് നാളത്തെ പകൽ സുജൂദ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ രാത്രിയുടെ മഹത്വം ചെറുതല്ല. ഈ രാത്രി മറ്റു രാവുകളെക്കാൾ ശ്രേഷ്ഠമുള്ളതാണ്. രഹേ ഏക് ഗാം ഹേ ഹിമ്മത്ത് കേ ലിയേ അർശേ ബരീർ. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിലേക്ക് നീ ഒരു ചാണെടുത്താൽ അല്ലാഹു നിന്നിലേക്ക് ഒരു മുഴമെടുക്കുന്നവനാണ്. ഈമാനിന്റെ പ്രഭ വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ കടന്നു വരുന്ന ചെറുപ്പക്കാരാ സഹോദരാ, അല്ലാഹു നിന്നിലേക്ക് അടുക്കുകയാണ്. കഹ്രഹി ഹേ യേ മുസൽമാൻ സേ മിഅ്റാജ് കീ രാത്. ഇതാണ് പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവ്. ഇത് പവിത്രമായ രാവാണ്. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, മഹത്തുക്കൾ എല്ലാവരും ഈ രാവിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഇജാബത്തുള്ള രാവാണ്, ദുആഇന് ഉത്തരം ലഭിക്കുന്ന രാവാണ്. അതുകൊണ്ട് സഹോദരാ സഹോദരി, ഈ പരിശുദ്ധമായ രാവിൽ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം ലഭിച്ചവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഈ രാവിൽ പടച്ചറബിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ മജ്ലിസിൽ ഒരുമിക്കാൻ പടച്ചറബ് നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് ലൂസിഫറെ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇടിച്ചു തുന്നുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരില്ലയോ, സഹോദരന്മാരില്ലയോ, അവരിൽ നിന്ന് വിഭിന്നമായി ഇൽമിന്റെ സദസ്സിലേക്ക് നിനക്ക് വരാൻ അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തില്ലയോ? ഇതൊരു ചെറിയ തൗഫീഖല്ല. അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ കൈകളിലേക്ക് നൽകിയ നമസ്കാരം നീ ചിട്ടവെച്ചോ? 5 വഖത്ത് നമസ്കാരം സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശാവും കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? അല്ലാഹുവിനെ നേരിട്ട് നിനക്ക് കാണാമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ സറഹു അൻ യൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിദ് അലാ സ്വലവാത്തിൽ ഖംസ. 5 വഖത്ത് നിസ്കാരം നിലനിർത്തിയാൽ ആരെ കാണാം? അല്ലാഹുവിനെ കാണാം. കാരണം ഇത് അല്ലാഹുവിനെ നേരിട്ട് കണ്ട ഒരു പ്രവാചകൻ കൊണ്ടുവന്നതാണ് എന്ത്? ഈ നിസ്കാരം. എന്തിന്? ഈ ഉമ്മത്തിന് അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു നിസ്കാരം നൽകുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യവാനാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിയെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു. അപ്പൊ അല്ലാഹു എത്ര വലിയ സൗന്ദര്യവാനായിരിക്കും? നീ ചിന്തിക്കാത്തത് എന്താ? നീ സിനിമാ നടനെ കണ്ടിട്ട് എന്തൊരു ഗ്ലാമർ, ഇത് മേക്കപ്പ് ചെയ്തേക്കല്ലേ? 6 മണിക്കൂറായിട്ട് അയവാൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല, മേക്കപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ കോലത്തിലായത്.
യഥാർത്ഥ രൂപം കണ്ട പേടിക്കുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പോലെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഒരു വ്യക്തി കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരാനുമില്ല. ഏറ്റവും വലിയ സൗന്ദര്യം. ആ പ്രവാചകരെ സൃഷ്ടിച്ച അള്ളാഹുവിന് എത്ര വലിയ സൗന്ദര്യം ഉണ്ടായിരിക്കും. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും അല്ലേ. മുമ്പ് ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരോട്ട് പോയിട്ട് അവരിങ്ങനെ ഡൈവിങ് നടത്തും, വെള്ളത്തിനടിയിലോട്ട് വിടും. അത് ചെയ്തവരുണ്ടാ? ലക്ഷദ്വീപിൽ പോകുമ്പോ കവരത്തി ദ്വീപിൽ പോയിട്ട് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ഒരു നിർബന്ധം, നമ്മളെ വെള്ളത്തിൽ മുക്കണം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. എന്നോട് പറഞ്ഞു ഉസ്താദ് പോയി നോക്കൊരു വേറെ ലോകമാണ്. അങ്ങനെ ലാസ്റ്റ് അവർ എന്ത് ചെയ്തിട്ട് വെള്ളത്തിനടിയിലോട്ട് നമുക്ക് യൂണിഫോം ഒക്കെ നൽകി വേറെ ആളും കൂടെ വരും, അല്ലെങ്കിൽ നമ്മളെപ്പം മയ്യത്തായെന്ന് ചോദിച്ചാൽ മതി. അള്ളാഹത്ത് അങ്ങനെ വെള്ളം കടലിലാണ്, വേറെ എവിടെയല്ല. വല്ല ഇങ്ങനെ വിഴുങ്ങിയാൽ തീർന്നു, പിന്നെ വാതും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. യാ അല്ലാഹ് നേരെ കൊണ്ടുവന്ന് വെള്ളത്തിലിറക്കാൻ ഇവരൊരു സ്പീഡ് ബോട്ടിൽ അങ്ങനെ കൊണ്ടുപോകും. 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഇറക്കി വിടുക. ഒരാൾ കൂടെ വരും, നമ്മളെ പുറകെ പിടിച്ച് ഗൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ഈ അക്വേറിയത്തിൽ കിടക്കുന്ന കളർ മത്സ്യങ്ങളില്ലേ, അതിന്റെ ഒരു ബഹർ ലോകത്തേക്ക് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാനലൊന്നുമില്ല, നമ്മൾ കരുതും വേറെ എവിടെ എത്തിയിട്ടുണ്ട്. ഓക്സിജനൊക്കെ ഉണ്ട് പ്രത്യേകം വായു കൂടെ, പുറത്തെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വലിച്ചില്ലെങ്കിൽ യാ അല്ലാഹ് പിന്നെ എഴുന്നേറ്റ് വരുന്ന വേറെ ആളായിരിക്കും. അതൊക്കെ ആദ്യം ഇവർ പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് വിടുക. ഇതിങ്ങനെ വലിക്കുന്നുകൊണ്ട് സംഭവം പിന്നെ നമ്മൾ വേറെ ഏതോ ലോകത്ത് നിന്നതുപോലെയാണ്. അപ്പോഴാണ് കടലിനടിയിലുള്ള അത്ഭുതങ്ങളൊക്കെ, അതൊക്കെ ഒരു ലോകമാണ്. അതിങ്ങനെ 1 മണിക്കൂറോളം നമ്മളിങ്ങനെ അരമണിക്കൂർ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകും. അതൊരു ഭാഗമാണ്. അതിന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയാൽ വേറെ ഏരിയ ഉണ്ട്, തിമിംഗലമൊക്കെ നമ്മളെ നക്കും, അങ്ങനത്തെ ഏരിയ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഇത് ഈ ഭാഗത്ത് മാത്രം. ഇവിടെ നല്ല കളർ മത്സ്യങ്ങളാണ്, ഭയങ്കര കളർ മത്സ്യങ്ങളാണ്. അപ്പൊ ഈ ലോകം അത്തരത്തിലുള്ള അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എത്തും, പടച്ചവനെ എത്ര വലിയ സൃഷ്ടിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വസ്തുക്കളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ ഭയങ്കരമാണ്, ഭയങ്കര സൗന്ദര്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ സൃഷ്ടിച്ച അള്ളാഹു എത്ര സൗന്ദര്യവാനാ, എന്താ നീ അത് ചിന്തിക്കാത്തത്? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു സൗന്ദര്യവാനാണ്, ഭയങ്കര സൗന്ദര്യവാൻ. ആ അള്ളാഹുവിനെ ഒന്ന് കാണണ്ടേ, അതല്ലേ നിനക്ക് ഏറ്റവും വേണ്ടത്. നാളെ രാവിലെ ഇവിടെ ഒരു സിനിമാ നടൻ വരുന്നു, കട ഉദ്ഘാടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നീ ഇന്ന് രാത്രി വരെ പോവില്ല. ഇവിടെ പാവിരിച്ചിട്ട് യാ അല്ലാഹ് ഇങ്ങനെ ഇരിക്കുക, ഇത്തികാഫുൽ ജൽസ യാ അല്ലാഹ് ഇവിടെ ഇരിക്കുക, പോവില്ല അല്ലേ. റസൂലുള്ളാഹി വരുന്നെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്കാണ് അള്ളാഹുവിനെ കാണാൻ. നീ എന്താ പ്രയത്നിക്കാത്തത്? നിനക്ക് അള്ളയെ കാണണോ? നീ 5 വഖത്ത് നമസ്കാരം ചിട്ട വെച്ചാൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി അതിനായി നിസ്കാരം നൽകിയിട്ടുണ്ട്. അതാണ് ഈ രാവിന്റെ മഹത്വം. ഈ രാവിലെ മഹത്വം അതാണ്. ഇത് കാലികമായൊരു വാദമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് കയറ്റി പറഞ്ഞത്. കാരണം ഈ രാത്രിയിൽ അത് പറയാതെ പോകൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം കൊണ്ട് ഒരാൾ ഒഴിയരുത്, ഒക്കെ എല്ലാവരും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൂല ഇൻഷാ അല്ലാഹ്. മെഹറാജിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ചു. ഇപ്പൊ തന്നെ വെച്ചാൽ റാഹത്താണ്, നേരം വെക്കുമ്പോ കണ്ട് ഇപ്പൊ തന്നെ വെച്ചാൽ മതി. റജബ് 27-ന്റെ സുന്നത്ത് നോമ്പ്, മെഹറാജിന്റെ സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നാളെ പിടിച്ചുവിട്ടാൻ ഞാൻ കരുതിയ റാഹത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ മനസ്സുകൊണ്ടാൻ കരുതിക്കോ. ഇനിയിപ്പോ നാളെ നീളം വെളുക്കാൻ നിൽക്കണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളത്തെ ഒരു ദിവസം സുന്നത്ത് നോമ്പ് പിടിച്ചോ, അമൽ ചെയ്ത് ദ്വാരക്ക്. ഈ രാത്രി ഭയങ്കര ഇജാബത്തുള്ളതാണ്. ഇനിയിപ്പം നേരത്തെ പോയിട്ട് കിടക്കല്ലോ, ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്നോളി. പ്രശ്നോടെ പറയാലോ അല്ലേ, 11 വരെ പോലെ ഇരിക്കൂലേ. നമുക്ക് 2 കടമകളോട് പറയാണ്ട്. ഇനി മക്കളോടുള്ള 2 കടമകൾ മാതാപിതാക്കളെ ഒന്നേ പറഞ്ഞിട്ട് 2 നമുക്കൊന്ന് ഓടിച്ചു പറയാം. ഇൽമാണ്, നമ്മൾ വേറെ പാട്ടും കൂത്തൊന്നും ഇല്ലല്ലോ. ഇരുന്നോളി, ഉപയോഗപ്പെടും ജീവിതത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിക്കും. അപ്പൊ ഒന്നാമത്തെ കടമ യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കണം. അഥവാ ഉമ്മ സാലിഹത്തായിരിക്കണം. ഉമ്മ മാത്രമല്ല ഉപ്പയും സാലിഹായിരിക്കണം. ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മകൾക്ക് കല്യാണച്ചക്കനെ ആലോചിക്കുമ്പോൾ അവൻ കള്ളു കുടിക്കുന്നവനാണോ, വിഭജിക്കുന്നവനാണോ, മോശപ്പെട്ട സ്വഭാവമുള്ളവനാണോ അന്വേഷിക്കണം നമ്മള്. അല്ലാതെ ആള് നല്ല ചെറുക്കുണ്ട്, ഫോട്ടോ കൊണ്ടുവന്നു, നല്ല രസമുണ്ട്, നല്ല തുളിച്ച ചെറുക്കനാണ്, നല്ല തക്കാളിപ്പഴം പോലെ ഉണ്ട്, എന്ത് കാര്യത്തിൽ എന്താ കറി വെക്കാൻ പോകുന്നു, തക്കാളിപ്പഴം പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റാഹത്താണ്ടേ, മക്കളുമായിട്ട് ജീവിതം ഒന്നിച്ചു പോകണ്ടേ.
ഫോട്ടോ കണ്ടിട്ടോ നല്ല ചെക്കനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എന്തിനു കൊള്ളാം? ദീനുണ്ടോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാ? ഇന്നാരാ ചോദിക്കുന്നത്? ഇന്ന് വിവാഹം കഴിക്കുന്നതാകുന്ന നവദമ്പതിമാര് കല്യാണത്തിന് കാണുമ്പോൾ പരസ്പരം കാണൽ ചടങ്ങ് നടത്തുമ്പോൾ ആര് ചോദിക്കുന്നു? ദീനിന്റെ ക്വാളിറ്റി ആരാ ചോദിക്കുന്നത്? മദ്രസയിൽ എത്ര വരെ പഠിച്ചു എന്നുള്ളത് ഒരു 25 ഏജിന് അല്ലെ 30 വയസ്സ് മുമ്പോട്ടുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഈ സദസ്സിൽ. അതിന് ഇങ്ങോട്ടുള്ളവർ ചോദിക്കൂല. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടുമില്ല അതൊക്കെ. മദ്രസയിൽ എത്ര വരെ പഠിച്ചു ആരെങ്കിലും ചോദിക്കുമോ? ചിലപ്പോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും മിക്ക ഭർത്താക്കന്മാര്, ശരിയാണല്ലോ ഓൾ എത്ര വരെ പഠിച്ച ഇന്നെന്തെങ്കിലും പോയി ചോദിക്കണം എന്ന് കരുതുന്നുണ്ടാവും. കുട്ടികൾ 5 ആയിക്കോട്ടെ, ഇപ്പോഴായിരിക്കും കരുതുന്നത് ഇന്നെന്തെങ്കിലും ഉത്സാഹം വീട്ടിൽ പറഞ്ഞു ശരി എന്ന് വീട്ടിൽ പോയിട്ട് ചോദിക്കണം, നീ എത്ര വരെ പഠിച്ചടി മദ്രസയിൽ എന്നൊന്ന് ചോദിക്കണമെന്ന് കരുതുന്ന കാക്കന്മാരുണ്ടാവും. അതാണ് നമ്മുടെ അവസ്ഥ. അത് ചോദിക്കൂല, ബാക്കിയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എത്രയാണ് ശ്രീധരൻ നമുക്ക് കിട്ടുക, വല്ലതുണ്ടോ, റാഹത്താണ്, വള എത്രയാണ്, കാരണം ഇത് കഴിഞ്ഞാൽ ഉടനെ വിൽക്കാനുള്ളതാണ്, ഒക്കെ കറക്റ്റായിട്ട് പോയി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലേ? ശരിയല്ലേ? ദീൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ദീനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മൾ ഒരുപാട് പിറകോട്ട് വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. മക്കള് സാലിഹാകാത്തത് അവിടെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തസിനൂ ലാ തസിനൂ, നിങ്ങൾ വ്യഭിചരിക്കരുതേ. അഥവാ കണ്ണുകൊണ്ടുള്ള നോട്ടം, അന്യരിലേക്കുള്ള നോട്ടം, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. കണ്ണുകൊണ്ട് വ്യഭിചരിക്കരുതേ. നാവ് കൊണ്ട് അന്യരിലേക്കുള്ള ഭാഷണം, അത് നാവിന്റെ വ്യഭിചാരമാണ്. നാവ് കൊണ്ട് വ്യഭിചരിക്കരുതേ. ചുണ്ട് കൊണ്ടുള്ള ചുംബനം, അത് ചുണ്ടിന്റെ വ്യഭിചാരമാണ്. ചുണ്ട് കൊണ്ട് വ്യഭിചരിക്കരുതേ. കൈ കൊണ്ടുള്ളതാകുന്ന പിടുത്തം, അത് കൈയുടെ വ്യഭിചാരമാണ്. കൈ കൊണ്ട് വ്യഭിചരിക്കരുതേ. കാലുകൊണ്ട് വ്യഭിചരിക്കരുതേ. ഹറാമായ സ്ഥലത്തിലേക്കുള്ള നിന്റെ യാത്ര, അത് കാലിന്റെ വിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ബാംഗ്ലൂരിലേക്ക് ഞാൻ വെറുതെ പോയതാണ് ഉസ്താദേ, അവിടെ റെഡ് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് കാണാൻ വേണ്ടി യാത്ര ചെയ്തതാണ്. ആ യാത്ര തന്നെ വ്യഭിചാരമാണ്. ഹബീബായ റസൂലുള്ളാഹി. റെഡ് സീറ്റ് ഒന്ന് കാണുക, റാഹത്താകുക, അവിടേക്ക് ഒന്ന് പോവുക. അങ്ങോട്ടൊക്കെയുള്ള യാത്ര തന്നെ കാലിന്റെ വിചാരമാണ്. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ അവയവങ്ങൾ മുഴുവനും നീ വ്യഭിചരിക്കാതെ സൂക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഈ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിച്ചാൽ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസായികും മിൻ അജ്വാഫികും, നിങ്ങളുടെ മനസ്സിന്റെ കത്തളങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഭാര്യയോടുള്ള, നിങ്ങളുടെ ഇണകളോടുള്ള താല്പര്യത്തെ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഭാര്യയോടുള്ള താല്പര്യം ഉണ്ടല്ലോ, മഹബ്ബത്ത്, സ്നേഹം അല്ലാഹു എടുത്തു കളയും. നമ്മൾ കണ്ണുകൊണ്ട് വിചരിച്ചാൽ സാധേ നമ്മളാരും വിചരിക്കുന്നില്ല. രാത്രിയിൽ ഇന്റർനെറ്റ് വെച്ചിട്ട് 2GB അംബാനി മാമൻ തന്നിട്ടുണ്ട്. യാ അല്ലാഹ്, ഇതെന്തിനാ തീർക്കുന്നത്? നീ ഉള്ള അശ്ലീലത കണ്ടിട്ടല്ലേ, അതുകൊണ്ടാ കണ്ണിന്റെ വിചാരം എന്ന് പറയുന്നത്. രാത്രി സൺവീലിയാണ്ട് ഡെയിലി അടിച്ച് കണ്ടിട്ടല്ലാതെ ഹൈവാൻ ഉറങ്ങൂല, എല്ലാ ദിവസവും നോക്കുക. അപ്പൊ കണ്ണിന്റെ വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. ഈ ഹറാമാകുന്ന കാഴ്ച നീ കണ്ടിട്ട് പിന്നെ നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹവും മഹബ്ബത്തും ആസ്വാദനവും അതിലുണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്നേഹം അല്ലാഹു കുറച്ചു കളയും. ഇതൊക്കെയാണ് ഇന്ന് സമുദായത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഉസ്താദെ 40 വയസ്സുള്ളതാകുന്ന എന്റെ ഭാര്യ ഒളിച്ചോടി 3 മക്കളെ ഇട്ടേച്ച് അവള് പോയത് പറയുന്നവരുണ്ട്. എന്തുകൊണ്ട്? അവരുടെ മനസ്സിലുള്ള മഹബ്ബത്ത് കുറയ്ക്കു പോകുന്നു. എന്തുകൊണ്ട്? കണ്ണ് സൂക്ഷിക്കാത്തത് കൊണ്ട്. ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാത്തതുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് അവയവങ്ങൾ കൊണ്ട് വിചരിക്കുന്നുണ്ടാവും. ഒന്നില്ലേ ഫോണ് കൊണ്ട്, നാവ് കൊണ്ട് വിചരിക്കുക, കാതുകൊണ്ട് വിചരിക്കുന്നുണ്ടാവും രാത്രിയിൽ. അപ്പൊ അള്ളാഹു ഭർത്താവിനോടുള്ള മഹബ്ബത്ത് കുറയ്ക്കും ഓരോ ദിവസം കഴിയുമ്പോൾ. കാരണം നീ വ്യഭിചരിക്കുക. സാധാരണ ഞങ്ങൾ ബന്ധപ്പെട്ടില്ല. ബന്ധം ഇതാണ്. ഏത് ബന്ധം? ഫോണിലൂടെ ഉള്ള ബന്ധം, സംസാരം, നാവിന്റെ വിചാരം, കാതിന്റെ വിചാരം, അത് മതി. അതിലൂടെ നിങ്ങളുടെ മഹബ്ബത്ത് എടുത്തു കളയും സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അതൊരു വലിയ വിഷയം തന്നെയാണ്. അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കണം, സാലിഹത്തായിരിക്കണം. ഒന്നാമത്തെ കടമയാണ്.
അതൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അന്യമതത്തിൽപ്പെട്ട പെണ്ണാണ്, നല്ല സൗന്ദര്യമുണ്ട് മുസ്ലിയാർ, ആ സൗന്ദര്യത്തിൽ ഞാൻ വീണുപോയതാണെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്. പാടില്ല. സൗന്ദര്യമല്ല അടിസ്ഥാനം, ദീനാണ് അടിസ്ഥാനം. ദീനാണ് അടിസ്ഥാനം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇയ്യാകും വഖദറാഇദ് ദമൻ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, ഖദറാഉദ് ദമനിനെ സൂക്ഷിക്കണേ. ഖാലൂ വമാ ഖദറാഉദ് ദമനി യാ റസൂലല്ലാഹ് വമാ ഖദറാഉദ് ദമനി യാ ഹബീബല്ലാഹ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ എന്താണ് ഖദറാഉദ് ദമൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മർഅത്തുൽ ഹസന ഫീ മംബത്തി സൂ, കാണാൻ കൗതുകമുള്ള പെണ്ണാണ്, സൗന്ദര്യമുള്ള പെണ്ണാണ്, പക്ഷേ കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വളർന്ന പെണ്ണാണ്, മുസ്ലിമത്തായ പെണ്ണല്ല. അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ കലാലയങ്ങൾ വെച്ച് പ്രേമിക്കുന്നവരില്ലയോ, അല്ലാതെ പ്രേമിക്കുന്നവരില്ലയോ. നീ നമസ്കാരമുള്ളവനാണ്, നീ മദ്രസയിൽ വന്നുകൊണ്ട് ഖുർആൻ ഓതൽ പഠിച്ചവനാണ്, നീ ദിക്ർ ചൊല്ലുന്നവനാണ്, നീ സുബഹി കഴിഞ്ഞ് യാസീൻ ഓതുന്നവനാണ്, നീ മഗ്രിബ് കഴിഞ്ഞ് യാസീൻ ഓതുന്നവനാണ്, നീ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവനാണ്, നീ സൂറത്തുൽ മുൽക്ക് ഓതുന്നവനാണ്, നീ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവനാണ്, നീ പാതിരാത്രി തറാവീഹ് നമസ്കരിക്കാൻ റമദാനിൽ പള്ളിയിലേക്ക് പോകുന്നവനാണ്, നീ ജുമുഅ ജമാഅത്തുകൾക്ക് കൃത്യമായി പങ്കാളിത്തം വഹിക്കുന്നവനാണ്, നീ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവനാണ്, നീ ദിക്റുകൾക്ക് പ്രാധാന്യം അർഹിക്കുന്നവനാണ്. ആ പ്രാധാന്യമുള്ള സ്ഥലത്തിലേക്ക്, സ്വലാത്തിന്റെ മജ്ലിസുകളിലേക്ക്, ഇൽമിന്റെ മജ്ലിസുകളിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ പ്രയാണം നടത്തുന്നവനാണ്. മോശപ്പെട്ട ഫിലിമുകൾ കാണാതെ, നിന്റെ ഫോണിലൂടെ സിനിമ കാണാതെ, വാളുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവനാണ്. അങ്ങനെ ദീനീ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കെ നിന്റെ ശരീരത്തിലേക്ക് കുഫ്രിയത്തിന്റെ വക്താവാകുന്ന ഒരു പെണ്ണിനെ നീ ചേർക്കരുത്. ഇയ്യാകും വഖദറാഉദ് ദമൻ, നീ നിന്നെ സൂക്ഷിക്കണേ, കുപ്പത്തൊട്ടിയിലുള്ള പെണ്ണിനെ സൂക്ഷിക്കണേ. ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് മുസ്ലിം സമുദായത്തിലെ എത്രയോ സഹോദരിമാര്, 18 വയസ്സുള്ള എത്രയോ മംഗമാരി, എത്രയോ സഹോദരിമാര് അവർ വിളിച്ചു പറയുകയാണ്, വാപ്പാ എനിക്ക് ഇന്ന മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായി സ്നേഹമാണ് ഉപ്പാ. ഒരു വാപ്പയുടെ മുന്നിൽ വന്നുകൊണ്ട് തുറന്ന പറച്ചിലാണ് സ്ത്രീകൾ, ഉമ്മയുടെ മുന്നിൽ വന്നുകൊണ്ട് തുറന്നു പറയുകയാണ്, എനിക്ക് ഇന്ന ചെറുപ്പക്കാരനുമായി, ഇന്ന മതത്തിൽപ്പെട്ട സഹോദരനുമായി സ്നേഹമാണ്, പ്രേമമാണ്. അവരെ വിവാഹം ചെയ്ത് നൽകിയില്ല എങ്കിൽ ഈ കാണുന്ന ഫാനിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും, അടുത്ത കാണുന്ന റെയിൽവേ ട്രാക്കിൽ പോയി ഞാൻ തലവെക്കും, ഞാൻ ഏതെങ്കിലും പാളയത്തിൽ പോയി തലയെടുക്കും, ഏതെങ്കിലും പാളത്തിന്റെ മുകളിൽ പോയി താഴേക്ക് ഞാൻ ചാടി മരിക്കും എന്ന് മാതാപിതാക്കളോട് ഗീർവാണം മുഴക്കുന്ന മക്കളെ, അവരെ സമ്മതിച്ചിട്ടാകട്ടെ അല്ലാതാകട്ടെ, രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി അവളുമായി നീ വിവാഹം നടത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകുന്ന ഒരു കാലഘട്ടം വരൂലേ, ആ മക്കളോടുള്ള കടമകൾ നിങ്ങൾ പൂർത്തീകരിച്ചവരല്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് വിഷയം. മക്കളുണ്ടാകും എന്നുള്ളതല്ല, മക്കളുണ്ടായി കഴിയുമ്പോ എന്തായി, അവരോടുള്ള കടമകൾ വീഴ്ച വരുത്തിയവനായിരുന്നു. കാരണം നീ ദീനുള്ളവനാണ്, മതബോധമുള്ളവരാണ്. ഇപ്പൊ അതൊക്കെയാണ് പരിപാടി. ഇപ്പൊ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു, ഒരു ബംഗാളി റോഡിൽ നിന്ന് കുഴിക്കുന്നു, അവന്റെ പെങ്ങൾ തൊട്ടപ്പുറത്തുണ്ട്, കാണാൻ നല്ല രസമുണ്ട്, പാതാത്ത വണ്ടിക്കകത്ത് കയറ്റിയിരുത്തി കൊണ്ടുപോവാൻ. രജിസ്റ്റർമാര് റാഹത്ത് തമ്പ് വെച്ച് കല്യാണം കഴിച്ച് ഒരു ബൊക്ക ഇട്ടിട്ട് ഏതെങ്കിലും ദേവാലയത്തിന് മുന്നിൽ നിന്നിട്ട് സുജൂദ് ചെയ്ത് റാഹത്തായിട്ട് കൂടെ കഴിയുന്നവരെ, മക്കളുണ്ടായി കഴിയുമ്പോൾ മക്കളോടുള്ള ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത്, അവരോടുള്ള കടമ പാലിച്ചിട്ടില്ല. കാരണം നീ ഒരു ദീനി ബോധമുള്ളവനാണ്, മതബോധമുള്ളവനാണ്, മദ്രസയിലും ദീനും ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചിട്ടുള്ളവരാ, അഖ്ലാഖും ദീനിയാത്തും ഫിഖ്ഹും ഒക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. നിന്റെ ശരീരത്തിലേക്ക് നീ കുഫ്രിയത്തിന്റെ വക്താവിനെ ചേർക്കരുത്, നീ ശ്രദ്ധിക്കുക. ഔദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ കടമ അതാ കേട്ടോ, 2, 3 വേഗം പറയാം, സമയം പോവാൻ, നല്ലതുപോലെ ശ്രദ്ധിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കടമ ഏതെന്നറിയുമോ? വഅയ്യുഹസ്സിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്, നന്നാക്കലാണ്. നല്ല പേര് മക്കൾക്ക് ഇട്ടു കൊടുക്കണം മാതാപിതാക്കൾ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് മാതാപിതാക്കൾ, അധിക ആളുകൾ, മുസ്ലിം സമുദായത്തിലുള്ള പല ആളുകളും അശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു വിഷയമാണ് പേരിടൽ കർമ്മം. പേരിടൽ നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ ഇന്റർനെറ്റ് തപ്പാണ്, യാ അല്ലാഹ് പേര് വായി തോന്നുന്ന കണ്ടിട,
ലോകത്തിലെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ അല്ലേ ഇന്റർനെറ്റ്. എന്ത് ചോദിച്ചാൽ യാ അല്ലാഹ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം കിട്ടും. അപ്പൊ യാ അല്ലാഹ് പറഞ്ഞ അടിച്ചു കൊടുക്കാൻ ഒരു പദം അടിച്ചു കൊടുത്തു, അവരെന്തെങ്കിലും ഒരു അർത്ഥം പറയുന്ന യാ അല്ലാഹ് സ്വീകരിച്ചു വിട്ടു കൊടുത്തു. പാടില്ല. ആലിമീങ്ങളോട് ചോദിക്കണം. നമ്മുടെ നാട്ടിൽ ഉലമാക്കളില്ലേ, പണ്ഡിതന്മാരില്ലേ, സാദാത്യങ്ങളില്ലേ? ആ ഉലമാഇനോട്, പണ്ഡിതന്മാരോട് നമ്മൾ അഭിപ്രായം അന്വേഷിക്കണം. എന്താണ് ഉസ്താദ് ഇതിന്റെ അർത്ഥം? ഉസ്താദിനോട് നമ്മൾ ചോദിക്കണം. ചില ആളുകളുണ്ട് 50 പേരുമായിട്ട് വരും, ഉസ്താദ് മനഹലുമായിട്ട് ഇരിക്കുകയാണ്. യാ അല്ലാഹ് പേര് എത്ര കൊടുത്താലും തീരൂല. പിന്നെ ഓരോ അസറാമ്പുറത്തും വരും, മാരിമാകുമ്പോ പിന്നെയും വരും. അങ്ങനെ വേണ്ട. നല്ല ഒരു 5-6 പേര് നമ്മൾ നോക്കിയിട്ട് അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അർത്ഥം ചോദിക്കും. ഇത് അർത്ഥം ചോദിക്കുന്നത് തന്നെ ഒരു പരിപാടിയായിട്ട് വെച്ചിരിക്കുക. അത് വേണ്ട. നല്ല രീതിയിൽ അർത്ഥം ചോദിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ നമ്മുടെ പേരിന്റെ അർത്ഥം എന്ന് അറിഞ്ഞിരിക്കണം. ആർക്കറിയാം? മിക്ക ആൾക്കാർക്കും അറിയില്ല. പേര് മോശമാണെങ്കിൽ മാറ്റണം, പേര് മോശമാണെങ്കിൽ മാറ്റണം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തസമ്മൂ ബി അസ്മാഇൽ അംബിയാ, അംബിയാക്കളുടെ പേര് നിങ്ങൾ വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി. ആദം എന്ന പേരുള്ളവരുണ്ടോ? ഈസാ എന്ന പേരുള്ളവരുണ്ടോ? മൂസ എന്ന പേരുള്ളവരുണ്ടോ? സക്കരിയ എന്ന പേരുള്ളവരുണ്ടോ? യഹ്യ എന്ന പേരുള്ളവരുണ്ടോ? യൂനുസ് എന്ന പേരുള്ളവരുണ്ടോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്ന പേരുള്ളവരുണ്ടോ? ഹൂദ് എന്ന പേരുള്ളവരുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം വരുന്ന 25 അമ്പിയാക്കളുടെ പേരുകൾ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ആ പേരുകൾ നിങ്ങൾ വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി. അമ്പിയാക്കളുടെ പേര് നിങ്ങൾ വെക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഉണ്ടോ? ആ പേരുള്ളവരുണ്ടോ ഈ സദസ്സിൽ? അമ്പിയാക്കളുടെ പേര് ആർക്കെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. ഒരാള് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മുഹമ്മദ് എന്നുള്ള പേരുള്ളവരുണ്ടോ? മുഹമ്മദ്. പിന്നെന്താ ഇപ്പൊ കൈ ഉയർത്തുന്നത്? മുഹമ്മദ് എന്നുള്ള പേരുടെ അമ്പിയാക്കളുടെ പേരല്ലേ, പിന്നെന്താ നേരത്തെ കൈ ഉയർത്തുന്നത്? സെപ്പറേറ്റ് ചോദിക്കട്ടെ എന്ന് കരുതി. അല്ലാഹു സ്വീകരിക്കട്ടെ. മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇടുന്നതിന് ഭയങ്കര മഹത്താണ്. നമ്മളാരും ഇത് ശ്രദ്ധിക്കാറില്ല. മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇടുക. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദുൻ മിൻഹും മുഹമ്മദാ ഫഖദ് ജഹില. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും 3 മക്കളുണ്ടായിരിക്കെ അതിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന പേര് അവൻ വെച്ചിട്ടില്ല എങ്കിൽ, മൻ കാന ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദുൻ മിൻഹും മുഹമ്മദാ. 3 മക്കളുണ്ട്, 3 മക്കൾ ഒരാൾക്കും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ ഫഖദ് ജഹില, അവന് പേരിടുന്ന വിഷയത്തിൽ വിവരമില്ലാത്തവനാണ്. ഹബീബായ റസൂലുള്ളാഹി. അവൻ ആ വിഷയത്തിൽ അജ്ഞനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. 3 മക്കളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തിടണം? മുഹമ്മദ് പേരിടണം. ഒരാൾക്കെങ്കിലും ഇടണം. എന്തുകൊണ്ട് ഞാനിതൊക്കെ പറയുന്നത്? ഉസ്താദേ നമുക്കറിയില്ല, നമുക്ക് 15 മക്കളുണ്ട്, ഒരുത്തനും ഈ പേരിട്ടിട്ടില്ല. നമ്മൾ ആരോടും ചോദിക്കുന്നില്ല. ആലിമീങ്ങളോടും ദീനിന്റെ അഹ്ലുകാരോടും നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. ഒക്കെ നമുക്കറിയാം. മിക്ക ആളുകളും കച്ചവടം ചെയ്ത് കുടുങ്ങി പലിശയുമായി ബന്ധപ്പെട്ട് തകർന്ന് തരിപ്പണാകുമ്പോൾ ഓടി വരും, മുസ്ലിയാരെ ഒരു മുട്ട മന്ത്രിച്ച് തലേ ഒന്ന് ഊതി തരണം, നമ്മളാകെ തകർന്നിരിക്കുകയാണ്. അപ്പോഴാ മുസ്ലിയാര്. അതിനു മുമ്പ് മുസ്ലിയാരില്ല. കട ഉദ്ഘാടിക്കാൻ കൊണ്ടുപോയത് സിനിമാ നടിയായിരുന്നു, ചെണ്ടമേളമായിട്ട്. യാ അല്ലാഹ്, മനസ്സിലായില്ല? അപ്പൊ മുസ്ലിയാരെ വേണ്ടായിരുന്നു. അന്ന് മുസ്ലിയാരെ സുബൈ കഴിഞ്ഞിട്ട് ഷട്ടർ പകുതി താഴ്ത്തിയിട്ട് അടി കൂടെ എരച്ചകത്ത് കയറ്റിയിട്ട് അരണ്ട വെളിച്ചത്തിൽ ഒരു യാസീൻ വെച്ചിട്ട് 100 രൂപ ചുരുട്ടി കൈ കൊടുത്തിട്ട് ഹാജിയാര് പറഞ്ഞു വിട്ട് 10 മണിയായപ്പോഴത്തേക്ക് ഐശ്വര്യറായി കൊണ്ടുവന്ന് കടകൾക്ക് അടിച്ച ചെണ്ടമേള കെട്ടി കെട്ട എല്ലാം നശിച്ച് തകർന്ന്. പിന്നെ മുസ്ലിയാരുടെ ഓടി വരും, മുസ്ലിയാരെ കോഴിമുട്ട അല്ല തലവെക്ക് ഊത്. അതാണ് നമ്മുടെ പരിപാടി. നമുക്കതാണ് അവസ്ഥ. അല്ലാഹു കാക്കട്ടെ. ചിന്തിക്കണേ. മുഹമ്മദ് എന്നുള്ള പേരിന്റെ മഹത്വമാണ്. മാലിക് ഇമാം റളിയല്ലാഹു തആല പറയുകയാണ്, വഖാല മാലികുൻ മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റുസിഖൂ റിസ്ഖ ഖൈർ.
മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ള സർവർക്കും നല്ല റിസ്ക് ഉണ്ടാകുമേ എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും കുഴിമന്തി കിട്ടും, കുഴിമാന്തുന്നത് വരെ. മനസ്സിലായില്ലേ? അല്ലേ ഷാബു? ഷാബുവിന് ഭയങ്കര ഇഷ്ടമാണ് കുഴിമന്തി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇന്നിപ്പോ ഇവിടെ കഴിച്ചതും അത് തന്നെയാണ്, കുഴിമന്തി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എല്ലാവരും കുഴിമന്തിയുടെ ആൾക്കാരാണ്. അറിയിമിലൊക്കെ പോയിട്ട് നല്ല കുഴിമന്തി അടിക്കുന്ന ചെക്കന്മാരുണ്ട് ഇവിടെ, അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉള്ളവരെന്ന് കൈ ഉയർത്തിക്കുക. അത് എത്ര പേരുണ്ടെന്ന് നോക്കണ്ട. അതാരും പൊക്കൂല ഫുഡിന്റെ കാര്യം. കണ്ടാ, അല്ലാഹു കബൂലാക്കട്ടെ. പയ്യൻ മാത്രം പൊക്കി. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളൊക്കെ ഫുഡ് കഴിക്കാത്ത ആൾക്കാരാണ്. കുഴിമന്തി അറിയില്ലേ? കുഴിമന്തി. ഓ, ഞങ്ങൾക്ക് കുഴിയാനേ അറിയുള്ളൂ ഉസ്താദേ, കുഴിമന്തി ഒന്നും അറിയാത്തവര് പാവങ്ങൾ. അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ട്, വിളിച്ചു വെച്ചു. നാളെ സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം ഏതാണ്? ഇതൊരു 10 ദിവസം കൂടി വാതു പറയേണ്ടി വരുമല്ലോ. സ്വർഗത്തിലെ ആദ്യത്തെ ഫുഡ് ഏതാണ്? വലിയൊരു മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഓ സാറേ, മീനത് വലിയ പാടാ, ഞങ്ങൾ മീൻ കഴിക്കാത്ത കൂട്ടത്തിലാ എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ കഴിച്ചിട്ടുള്ള മീനൊന്നും അല്ല, സ്വർഗത്തിലെ മീനാണ്. സുബ്ഹാനല്ലാഹ്, ടേസ്റ്റ് കൊണ്ട് ഒരു രക്ഷയുണ്ടാവില്ല. സ്വർഗാവകാശികൾക്ക് മുഴുവനും സ്വർഗത്തിലേക്ക് കടന്ന ഉടനെ ആദ്യം സുപ്രവിരിക്കും. എല്ലാവർക്കും ഫുഡുണ്ട്. ആദ്യം കൊടുക്കുന്ന ഫുഡ് ഏതാണെന്ന് അറിയാം? എന്താ? നമ്മൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്തൊരു മീനിന്റെ കരള് റോസ്റ്റ് ചെയ്ത് തരും. ആദ്യത്തെ ഫുഡ് അതാണ്. ഭയങ്കര രസമായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിക്കണ്ടേ? വേണോ വേണ്ടയോ? ഇൻഷാ അല്ലാഹ്. അത് പറഞ്ഞപ്പോൾ എനർജി ഉണ്ട്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾ കുഴിമന്തി കഴിക്കുന്നവരാണോ അല്ലേ എന്നുള്ളത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് മുഴുവൻ ആളുകൾക്കും, ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ പേരിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും ഫുഡ് ഉണ്ടാവും. ഫുഡ് മുടങ്ങൂല. മുഹമ്മദ് എന്നുള്ള പേരിന്റെ ബറക്കത്താണ്. പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ മുഹമ്മദ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അവന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഈ വീട്ടിൽ ആഹാരം കിട്ടുന്നു. നാളെ മുതൽ ഇത് കേട്ടിട്ട് അവൻ പള്ളിയിൽ പോകാതിരിക്കണ്ട. നമ്മുടെ പേരിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടും, നിൽക്കരിക്കാൻ ഞാൻ പോകുന്നില്ല എന്ന് പറയണ്ട. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. മുഹമ്മദ് എന്നുള്ള പേര് ആര് പറഞ്ഞതാ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. വകാന അഹ്ലുൽ മദീനത്തി യതജറബൂന ബിദാലിക, മദീനക്കാർ ഇതുകൊണ്ട് അവർ പരിശീലിക്കുമായിരുന്നു. കുട്ടിക്ക് ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്നുള്ള പേര് വെക്കും. വീട്ടിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാവും മുഹമ്മദ്. അതുകൊണ്ടല്ലേ അറബികൾ സൗദിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവർക്ക് വലിയ ഇഷ്ടമാണ്. യാ ബാ മുഹമ്മദ്, ബാ മുഹമ്മദ്, യാ അല്ലാഹ്, ഏയ് ബാ മുഹമ്മദ്, ബാ മുഹമ്മദ്, ബാ മുഹമ്മദ് എന്ന് അവർ വിളിക്കുക. മുഹമ്മദ് എന്നുള്ള പേര് വലിയ ഇഷ്ടമാണ് അവർക്ക്, വലിയ ഇഷ്ടമാണ്. മൂത്ത കുട്ടിയുടെ പേരിലേക്ക്, അത് ആരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരിലേക്ക് ചേർത്തിട്ട് അബു എന്ന് ചേർത്ത് വിളിക്കും. അതും അറബി ശൈലിയാണ്, നബിതങ്ങൾ പഠിപ്പിച്ചൊരു ശൈലിയാണ്. അപ്പൊ നമ്മുടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കരുത്തനായ പ്രസിഡന്റ് ചേലക്കുള ഉസ്താദ്, അല്ലാഹു ഉസ്താദിന് ഒരു ഓപ്പറേഷനെ കഴിഞ്ഞ് കിടക്കുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉറക്കാമ്യം പറയും, അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ധാരാളം ദീനിനെ ദഅവത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം, നല്ലൊരു ആബിദാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ടവർക്കുടെ പേരെന്താ? അബുൽ ബുഷ്റ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അബുൽ ബുഷ്റ. ബുഷ്റ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ പേരാണ്. അബുൽ ബുഷ്റ, ബുഷ്റയുടെ പിതാവ് അല്ലേ അബുൽ ബുഷ്റ. ജലകുൽ ഉസ്താദിനെ വിളിക്കുന്ന അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെ വിളിക്കാം. മൂത്ത കുട്ടിയുടെ, അതാ ആണായാലും പെണ്ണായാലും ആ കുട്ടിയിലേക്ക് ചേർത്തിട്ട് വിളിക്കാം. അതൊക്കെ പറ്റും. പക്ഷെ പേര് നന്നാക്കണം നമ്മൾ, അത് മസ്റ്റാണ്, നിർബന്ധമായ ഒരു കേസ് കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ നാദാ മുനാദിൻ ഫിസ്സമാ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ഹദ്റത്തിനെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന വിളിക്കുകയാണ്, അലാ അറിയണേ, ലിയഖും എഴുന്നേൽക്കണേ, ഇസ്മു മുഹമ്മദ്, മുഹമ്മദ് എന്നുള്ള പേരുള്ളവരൊന്ന് എഴുന്നേൽക്കണേ. കോടിക്കണക്കിന് ജനവിഭാഗങ്ങളിൽ നിന്ന് 10,000 ആളുകൾ എഴുന്നേൽക്കുകയാണ്. അവരോട് മലക്കുകൾ വിളിച്ചു പറയുകയാ, ഫല്ലദുഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കണേ, കടക്കണേ. മുഹമ്മദ് എന്നുള്ള പേരുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുമേ, കടത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്നുള്ള പേരിന്റെ ബർക്കത്താ.
അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മക്കൾക്ക് അതൊക്കെ വെക്കണം. അതേ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചില്ല, എന്നാ ഇനി ശ്രദ്ധിച്ചോ. നമുക്ക് പരിചയത്തിലുള്ള മുഹമ്മദ് എന്നുള്ള പേര് മാത്രം വെക്കുന്നതാണ് ഈ പറഞ്ഞത്. ഇനി അത് ആ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മൾ ചേർത്തെങ്കിലും വെച്ചോ. അല്ലേ, കേരളത്തിലുള്ള ഒരു നടൻ, അദ്ദേഹം അമേരിക്ക എയർപോർട്ടിൽ എമിഗ്രേഷൻ ഓഫീസർ തടഞ്ഞു വന്നാണ്. മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം പാസ്പോർട്ടിൽ. തടഞ്ഞു. അല്ല തീവ്രവാദിയാണോ ശരിക്കും പരിശോധിച്ചവർ. ഇവിടെ വന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, പേരിൽ കൊണ്ടാണ് അങ്ങനെ വിഷയം ഉണ്ടായത്. മുഹമ്മദ് കുട്ടി, മുഹമ്മദ് എന്നുള്ള പേര് കിട്ട പോലെ തീവ്രവാദിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും അങ്ങനെ ആവുമോ? പടച്ചോനെ പേടിക്കണ്ട, നീ ഈമാൻ വെച്ചോ നിന്നോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ ശരിക്കും നീ പേടിച്ചാൽ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും നിന്നെ പേടിക്കും. നീ അള്ളാഹയെ പേടിക്കണം. പേടിക്കുന്നു പറഞ്ഞിട്ട് വൈകിട്ട് ആരും കാണാതെ സിനിമ കാണാൻ പോകണ്ട. അള്ളാഹയെ പേടിച്ചാൽ അള്ളാഹു ലോകത്തുള്ള എല്ലാവരും നിന്നെ പേടിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നകും സതുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഹസിനൂ അസ്മാഅകും. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ ഹളറത്തിൽ നിങ്ങളെ വിളിക്കപ്പെടുക നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ചേർത്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ മഹ്ശറിൽ വിളിക്കുക ഇന്നാലിന്റെ മനുഷ്യന്റെ മകനെ എന്ന് വിളിക്കുക. അല്ലാതെ ലീഗ് ജംഗ്ഷനിലുള്ള ചെറുപ്പക്കാരാ വാ എന്ന് വിളിക്കൂല. വാപ്പയുടെ പേരും നിന്റെ പേരും കൂടെ ചേർത്തിട്ടായിരിക്കും മഹ്ശറെ വിളിക്കുക. ഓരോരുത്തരെയല്ലേ വിചാരണ ചെയ്യുന്നത്, ഓരോരുത്തരെ വിളിക്കുക. ഇന്നകും സതുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഹസിനൂ അസ്മാഅകും. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ ഹദ്റത്തിൽ നിങ്ങളെ വിളിക്കപ്പെടുക നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ചേർത്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പേരൊക്കെ ഫാഷനാക്കുന്ന കാലഘട്ടമാണ്. വാപ്പാടെ പേര് ഷുക്കൂർ, ഉമ്മാടെ പേര് ജമീല എന്നാണെങ്കിൽ ആദ്യത്തെ രണ്ടക്ഷരം കൂടി ചേർത്തിട്ട് ഷുജു എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. വാപ്പാടെ പേര് ഷുജു, ഷുക്കൂർ, അപ്പൊ ഷു, ജമീല, ജീമ്, ഷുജുമോനെ എന്ന് വിളിക്കുക. എളുപ്പമുണ്ടല്ലോ, ഒരു ഫാഷനായി പോയി. അതിനൊന്നും അർത്ഥമൊന്നും ആർക്കും ചിന്തിക്കണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു യുഗമാണ്. എന്തെങ്കിലും വിളിക്കുക, പേരെന്തെങ്കിലും വിളിക്കണം, അതാണ് അവസ്ഥ. അങ്ങനെ ആകാൻ പാടില്ല. പേരിന് വലിയ മഹത്വമുണ്ട്, മനസ്സിലായിക്കോ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ വാപ്പ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മസ്മുക, പേരെന്താണ് ചെറുപ്പക്കാരാ, പേരെന്താണ് സഹോദരാ? എന്റെ വാപ്പ പറഞ്ഞു, ഇസ്മി ഹസനുൻ, എന്റെ പേര് ഹസൻ എന്നാണ്. ഹസൻ എന്നാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഃഖം, ദുഃഖം എന്നാണ്. ആ പേരിന്റെ മലയാള അർത്ഥം എന്താണ്? ദുഃഖം എന്നാണ്. ദുഃഖം മോശം പേരാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആ പേരങ്ങ് മാറ്റിക്കോ, അന്ത സഹിലുൻ, നിന്റെ പേര് സഹിൽ എന്നാണ്. സഹിൽ എന്ന് പറഞ്ഞാൽ എളുപ്പം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. സഹിൽ എന്ന പേരിട്ട് കൊടുത്തു നബി തങ്ങൾ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ പേര് വേണ്ട, ഞാൻ എന്റെ പേര് മാറ്റൂല, കാരണം എന്റെ വാപ്പയിട്ട പേരാണ്. അല്ലാഹു ആര് പറഞ്ഞാലും നമ്മൾ മാറ്റൂല. അതിനുണ്ട് ചില ആൾക്കാർക്ക് വാപ്പയോട് വല്ലാത്തൊരു പിരിശം. എന്റെ വാപ്പയിട്ട പേരാണെന്ന് പറഞ്ഞ് നബിയുടെ മുന്നിൽ വെച്ച് തർക്കിച്ചു. നബി പറഞ്ഞാ ഓക്കെ, റാഹത്ത് കേട്ടോളാൻ പറഞ്ഞു. പേര് മാറ്റിയിട്ട് കൊടുത്ത ആ പേര് സ്വീകരിച്ചില്ല. സഹിൽ എന്ന പേര്, സഹിൽ എന്ന് പറഞ്ഞാൽ എളുപ്പം ചെയ്യുന്നവനാണ്. ആ പേര് മാറാതെ ഹുസൻ, ദുഃഖം എന്നുള്ള പേര് അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പോയി. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വാപ്പ റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പേര് മാറാത്തതിന്റെ കാരണത്താൽ ഫമാ സാലത്ത് ഫീനാ ഹുസ്നുൻ, ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖമാണ്, ദുഃഖമാണ്. ഞങ്ങളുടെ ജീവിത കാലഘട്ടം മുഴുവനും ദുഃഖമായിരുന്നു. ഞങ്ങൾ വിരഹത്തിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. വാപ്പ പേരൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇത്രമേൽ പ്രശ്നമില്ലായിരുന്നു. ആ പേര് മാറ്റാത്ത കാരണത്താൽ ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖമാണ്, ദുഃഖമാണ്. സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, കുടുംബമഹിമയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ എപ്പോഴും ദുഃഖമാണ്, ദുഃഖമാണ്. ആ പേര് അന്യർത്ഥമായി അങ്ങനെ തന്നെ നിലകൊണ്ടു. ഞങ്ങൾക്ക് സമ്പത്തൊക്കെ ഉണ്ട്, ഒരുപാട് പൈസയുണ്ട്. ചില ആളുകൾ അങ്ങനെയാണല്ലോ, വലിയ പണക്കാരായിരിക്കും, പക്ഷെ എപ്പോഴും മനക്ലേശാണ്. എപ്പോഴും അദ്ദേഹം മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അതേപോലെ ആയി മാറി. ഞങ്ങളുടെ കാലഘട്ടം മുഴുവൻ അങ്ങനെയായിരുന്നു. ഫമാ സാലത്ത് ഫീനാ ഹുസ്നുൻ, ജീവിതം മുഴുവൻ ദുഃഖമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാ സഹോദരങ്ങളെ പേരിടേണ്ടത്? ഒരു കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് പേരിടൽ കർമ്മം നടത്തേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കും, മസലയാണ് ഈ പറയുന്നത്. ഒരു കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് പേരിടൽ കർമ്മം നടത്തേണ്ടത്. അന്ന് തന്നെയാണ് കുട്ടിയുടെ പേരിൽ അഖീഖ അറക്കേണ്ടത്. അന്ന് തന്നെയാണ് കുട്ടിയുടെ തല മുണ്ടനം ചെയ്യേണ്ടത്, തലമുടി നീക്കം ചെയ്യേണ്ടത്. ഇതൊക്കെ ക്രമപ്രകാരം ചെയ്യണം. 7-ന്റെ അന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ മകന് മുഹമ്മദ് എന്ന പേര് വെച്ചിരിക്കുന്നു. കഴിഞ്ഞു, പേരിടൽ ക്രമം കഴിഞ്ഞു. മുഹമ്മദ് എന്നാണ് പേരിടുന്നതെങ്കിൽ ഇനി ആ മുഹമ്മദിനോട് ചേർത്ത് വേറെ എന്തെങ്കിലും പേരോ അല്ലാത്ത പേരോ നിനക്ക് നല്ല ദീനിയായ പേരിടാം. അബ്ദുറഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിൽ പെട്ടതാണ് അബ്ദുള്ള എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതല്ലാത്ത നല്ല പേരുകൾ അതൊക്കെ ഒരുപാട് പേർക്കുണ്ടല്ലോ എന്ന് പറയുന്നവർ വേറെ പേരും അലിമീങ്ങളോട് ചോദിച്ച് നല്ല പേരിട്ടോളി. അള്ളാഹു തൗഫീഖ് തരട്ടെ. മോശപ്പെട്ട പേരാണെങ്കിൽ മാറ്റണം. ഇപ്പൊ പറഞ്ഞതുപോലെ ദുഃഖം, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അത് മാറ്റണം. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരിന്റെ അർത്ഥം ആലിമീങ്ങളോട് ചോദിക്കണം. 2 മസല പറയാണ്, നല്ലതുപോലെ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഞാൻ നിർത്താൻ 5-10 മിനിറ്റിനുള്ളിൽ വയത് കഴിയും, വേറെ കൂടുതൽ നീട്ടൂല. നാളെ നോമ്പും കൂടിയാണ്ട് ഞാൻ അധികം നീട്ടൂല. നല്ലതുപോലെ ശ്രദ്ധിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഉലമാക്കൾ നമുക്ക് വിശദീകരിക്കുന്നു. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഒരു കുട്ടിയുടെ പേരിട്ട് 7-ന്റെ അന്ന് അതിനുശേഷം പിന്നീട് നടത്തേണ്ട കർമ്മം അഖീഖയുടെ കർമ്മമാണ്. അഥവാ അറവ് നടത്താൻ കുട്ടിയുടെ പേരിൽ നടത്തുന്ന അറവിനാണ് എന്തെന്ന് പറയുന്നത്? അഖീഖയുടെ അറവെന്ന് പറയുന്നത്. അത് ഉളഹിയ്യത്തിന്റെ മൃഗത്തിനുണ്ടാകുന്ന നിബന്ധന എന്തൊക്കെയുണ്ടോ അതേ നിബന്ധന ഈ മൃഗത്തിനും ഉണ്ടായിരിക്കണം. അഥവാ വയസ്സ് 2 വയസ്സ് എത്തിച്ചിരിക്കണം. നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടാണെങ്കിൽ 2 വയസ്സ് എത്തിച്ചിരിക്കണം. കോലാട് എന്നാണ് അതിന് പറയുക. മാടാണെങ്കിൽ 2 വയസ്സ് എത്തിച്ചിരിക്കണം. 2 വയസ്സ് എത്തിച്ചിരിക്കുക തന്നെ വേണം. അത് ശ്രദ്ധിക്കണം. മിക്ക ആളുകൾ നല്ല ഇളത്ത പോത്താണ്ട് മുസ്ലിയാരെ റാഹത്ത നല്ല ഇറച്ചിയോ വരട്ടി വെച്ചാൽ നല്ല രസം എന്നൊക്കെ പറഞ്ഞ് 1 വയസ്സുള്ളതിനേക്ക് അറക്കുന്നവരുണ്ട്. ഒളിഹിയത്തും കിട്ടൂല, അക്കീക്കയും കിട്ടൂല. മനസ്സിലായിക്കോ? ഇറച്ചി കിട്ടും, നല്ല ഇളത്ത ഇറച്ചി, വേറൊന്നും ഉണ്ടാവൂല. ഏതുപോലെ നിസ്കരിക്കുന്നുണ്ടാവും, ഒന്നുമില്ല നിസ്കരിച്ച പോലെ ഉണ്ടാവും. കാരണം ഒന്നും അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ 2 വയസ്സെത്തുക എന്നുള്ളത് ഇതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. ആ നിബന്ധന പാലിക്കാതെ ഒരു ഉരുവിനെ അങ്ങ് അറുത്തു, ഒരു ആടിനെ വാങ്ങിച്ചറുത്തു, കാര്യം ശരിയാവൂല. ആൺകുട്ടിയാണ് ജനിച്ചത് എങ്കിൽ 2 ആട് അറുത്തു കൊടുക്കൽ സുന്നത്താണ്. പെൺകുട്ടിയാണ് നിനക്ക് ജനിച്ചത് എങ്കിൽ 1 ആട് അറുത്തു കൊടുക്കൽ സുന്നത്താണ്. ഇനി 1 ആട് അറക്കാനേ നിനക്ക് ശേഷിയുള്ളൂ, ആൺകുട്ടിയാണ് ജനിച്ചത്, എന്നാൽ അൽഹംദുലില്ലാ ഉള്ളത് അറുത്തോളി, അല്ലാഹു കബൂലാക്കട്ടെ, അതിന്റെ കൂലി നിനക്ക് ലഭിക്കും. ഇനി അതല്ല, ചിലർക്ക് അല്പം കൂടി കാശുണ്ട്, അപ്പൊ അയാൾ വിചാരിച്ചു ഞാൻ ഒരു പോത്തിനെ തന്നെ ഇറത്തേക്കാം. എന്നാൽ 2 വയസ്സെത്തിച്ച ഒരു പോത്ത്, അതെങ്ങനെ വയസ്സറിയ ഉസ്താദ്? അതിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? അതിനോട് ചോദിച്ചാൽ അറിയൂല. അത് അതിന്റെ അഹ്ലികാരോട് ചോദിക്കണം. അത് വിൽക്കാൻ വെച്ച വിൽപ്പനക്കാരോട് ചോദിക്കണം. ഇതിന് എത്ര വയസ്സുണ്ട്? കച്ചവടക്കാര് ശ്രദ്ധിച്ചോ, പോത്ത് കച്ചവടം നടത്തുന്നവനും മൃഗ കച്ചവടം നടത്തുന്നവനും ഒക്കെ ശ്രദ്ധിച്ചോ, ഏത് കച്ചവടമായിരുന്നാലും കളവ് പറയാൻ പാടില്ല. ചിലര് പറയും 2 വയസ്സോ, ഈ ശരിക്കും നോക്കടാവേ 3 വയസ്സുണ്ട് കണ്ടില്ലേ എന്ന് പറയാണ് ചിലവന്മാര്. സംഭവം അതിന് 1/2 വയസ്സേ ആയിട്ടുള്ളൂ. കച്ചവടം നടന്ന് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി പെരുന്നാളിന്റെ സമയത്തൊക്കെ നടത്തുന്ന ഉടായ്പ പരിപാടികളുണ്ട്. കച്ചവടക്കാർ ശ്രദ്ധിച്ചോ. ഞാൻ മുമ്പൊരു പ്രസംഗത്തിൽ പറയുന്നത് യൂട്യൂബിലുണ്ട് കച്ചവടക്കാർ സൂക്ഷിക്കുന്നതിനെ പറ്റി. ഞാനിപ്പോൾ അത് പറയുന്നില്ല, സമയം പോകുകൊണ്ടാണ്. വെറുതെ അങ്ങോട്ട് അതീസോതി പോയാൽ ഒരുപാട് പോകും. വൈലുല്ലി താജിരി ബിലാ വല്ലാഹി വലാ വല്ലാഹ് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇത് സംഭവം കറക്റ്റാണ്, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്തവൻ അങ്ങനെ അല്ല എങ്കിൽ ആ കച്ചവടം അവന് നാശമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചില ആളുകൾ പറയും അള്ളാഹെ തന്നെ സൂപ്പർ സാധനമാണ്. നമ്മൾ പറയുന്നത് ഒരു 2 വയസ്സെത്ത് കഴിഞ്ഞോട്ടോ, ഒന്നുകൊണ്ട് നോക്കണ്ട, യാ അല്ലാഹ് ഉളുഹിയത്തറത്തോ ഒക്കീക്കറത്തോ എന്നൊക്കെ പറഞ്ഞ് കച്ചവടക്കാർ പറയും. കച്ചവടക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അള്ളാഹിന്റെ മുന്നിൽ നിങ്ങൾ ഹിസാബ് പറയണം. അപ്പൊ 2 വയസ്സെത്തിയതാകുന്ന ഉരുവിനെ കൊണ്ടുവന്നു. എന്റെ മകൻ മുഹമ്മദിന്റെ സുന്നത്തായ അക്കീക്കെ ഞാൻ വീടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ തന്നെ അതിനെ അറക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അറക്കുകയോ ചെയ്യാം. കഴിയുമെങ്കിൽ അവിടെ സന്നിഹിതനാകുക. ആ അറവ് നടത്തിയതിന് ശേഷമാണ് പിന്നീട് കുട്ടിയുടെ തലമുണ്ടനം ചെയ്യേണ്ടത്, തലമുടി നീക്കം ചെയ്യേണ്ടത്. ഒരുപാട് ആളുകൾ അശ്രദ്ധ പതിപ്പിക്കുന്ന വിഷയമാണ്. ഉരുവിന്റെ കഴുത്തിൽ കത്തിവെക്കും, അതേ സമയത്ത് തന്നെ കുട്ടിയുടെ തലയിലും കത്തിവെക്കും. അങ്ങനെ വെക്കുന്നവരുണ്ട്. അതൊക്കെ തെറ്റാണ്, പൊട്ടത്തരാണ്. ഇതിനൊക്കെ തർത്തീബുണ്ട്, ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. പേരിടൽ കർമ്മം, 2ാമത് അഖീഖ, അതിനുശേഷം കുട്ടിയുടെ തല മുണ്ടനം ചെയ്യാൻ. അഖീഖയുടെ അറിവ് കഴിഞ്ഞു, എന്നിട്ട് പിന്നെ തല മുണ്ടനം ചെയ്യാൻ.
തലമുടി നീക്കം ചെയ്തതിനു ശേഷം 7 ദിവസമായിട്ടുള്ളൂ ആ കുട്ടിയുടെ തലമുടി. നമുക്കറിയാം വളരെ ചെറിയ ഗ്രാമം ഉണ്ടാവുള്ളൂ. സ്വർണം തൂക്കുന്നത് പോലത്തെ ത്രാസിൽ വെക്കണം, അല്ലാത്ത ത്രാസിൽ വെച്ചാൽ ഒന്നും അറിയൂല. അതിനാണ് ഈ പറഞ്ഞത്. എന്നിട്ട് വെച്ചതിന് ശേഷം മുമ്പൊരാളോട് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അല്ലാത്ത ത്രാസി വെച്ച് എന്നിട്ട് പറയും നമ്മുടെ കുട്ടിക്ക് തൂക്കമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ, അത് കപ്പട്ട ത്രാസാണ്. 5 കിലോ വെച്ചാലോ ഇത് നേരെ നിൽക്കുള്ളൂ, അങ്ങനത്തെ സാധനമാണ്. അല്ലെങ്കിൽ 5 ചക്കക്കുരു ഇടണം, അപ്പോഴേ അതിന് കറക്റ്റായിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ ചില ത്രാസുണ്ട്. ആ ത്രാസ് എടുക്കരുത്. സ്വർണ്ണമൊക്കെ തൂക്കുന്ന ത്രാസുണ്ട്, അങ്ങനത്തെ ത്രാസി വെക്കണമെന്ന് ഞാൻ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് കറക്റ്റായിട്ട് അതിന്റെ ഗ്രാം കിട്ടും. കാരണം വളരെ കുറഞ്ഞ മുടിയാണ്. ആ മുടി കഷ്ണം എടുത്ത് അതിന്റെ മുകളിൽ വെക്കുമ്പോൾ ഗ്രാം കറക്റ്റായിട്ട് പതിയും. 2 ഗ്രാം 3 ഗ്രാം. ആ ഗ്രാം സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ആദ്യം കൊടുക്കണം. ആ ഗ്രാം കണക്കാക്കിയിട്ട് അതിന് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ആദ്യം കൊടുക്കണം. ഇതൊക്കെ സമൂഹം അറിയണം. മിക്ക ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് അപ്പോൾ കൊടുക്കാൻ നിനക്ക് കഴിയില്ലെങ്കിലും നീ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കും ഡയറിയിൽ. അത് കറക്റ്റായിട്ട് എഴുതി വെക്കും. കാരണം അടുത്ത വർഷം കേക്ക് മുറിച്ചിട്ട് തേച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നീ ആ ഇതിൽ ഡയറി കുറിപ്പിലോട്ട് റാഹത്തായിട്ട് നമുക്ക് എഴുതി വെച്ചേക്കും. എന്ത് ഇവന്റെ മുടി തൂക്കിയപ്പോഴത്തേക്ക് ഇയാളുള്ള 3.5 ഗ്രാം. ഒരു 7 കൊല്ലം കഴിഞ്ഞിട്ട് ഇവന്റെ മുടി ഒന്ന് തൂക്കണം. അപ്പോഴത്തെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു പോത്ത് വാങ്ങാനുള്ള കാശ് കിട്ടും. ഇപ്പോഴത്തെ മുടിയുടെ തൂക്കം അല്ല ഈ പറയുന്നത്. 7 ദിവസം എത്തിയ കുട്ടിയുടെ മുടിയുടെ തൂക്കം. അത് തൂക്കിയിട്ട് അതിന് സ്വർണ്ണമോ വെള്ളിയോ പിന്നീട് നിനക്ക് കഴിവാകുമ്പോൾ കൊടുക്കുക. അപ്പൊ ഒന്ന് എഴുതി വെക്കുക. അന്ന് കഴിവാമെങ്കിൽ അന്ന് തന്നെ കൊടുത്തേക്കും. ഇതൊക്കെ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കും. കറക്റ്റായിട്ട് ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും കേക്ക് മുറിക്കും. അത് ഇസ്ലാമികമാണോ? അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല. അതൊക്കെ തീർത്തും അനിസ്ലാമികമല്ലേ? ആരാണ് ഇതൊക്കെ സമൂഹത്തിൽ കൊണ്ടുവന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് ആ ദിവസം നമ്മുടെ നാട്ടിൻപുറത്തുള്ളതാകുന്ന യതീംഖാനകളിലോ അല്ലെങ്കിൽ പാവപ്പെട്ടതാകുന്ന ദറസുകളിലോ ദീനി സ്ഥാപനങ്ങളിലോ പാവപ്പെട്ടതാകുന്ന സഹായങ്ങൾ തേടുന്നതാകുന്ന ഏതെങ്കിലും സംഘടനകൾക്കോ നിങ്ങളുടെ മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ കൈകൊണ്ട് ആ സദക്കയും കൊടുക്കും. ഇതൊക്കെ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കൊടുത്തേക്കും. ഒരു 10,000 രൂപ കൊടുക്കും. ഒരു ദറസിൽ ചെന്നിട്ട് അവിടുത്തെ കുട്ടികൾക്കെല്ലാം വിളിച്ചിരുത്തിയിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കും. ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കും. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു പായസ വിതരണം നടത്തും. ആ നിസ്കരിച്ചിട്ട് ഇറങ്ങുന്ന നല്ല നല്ല സാലിഹികളാകുന്ന ആളുകൾ ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കട്ടെ. പൈസ ഉള്ളവൻ അങ്ങനെ ചെയ്യണ്ട്. പണ്ടങ്ങനെയുണ്ട്. മദ്രസയിൽ നമ്മൾ ചോറ് കൊടുക്കും അല്ലെ കുട്ടിയുടെ ജന്മദിനമാകുമ്പോൾ. ഇന്നെന്താ ചെയ്യുന്നത്? കേക്ക് വാങ്ങിച്ചിട്ട് വാപ്പായും ഉമ്മായും തള്ളയും തള്ളാരും 75 വയസ്സുള്ള കാക്കായും എല്ലാം കൂടെ ഇത് തിന്നു തീർക്കുക റാഹത്തായിട്ട്. ഷുഗർ പിടിച്ചവർക്ക് ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുക. എന്നിട്ട് ഈ കേക്ക് തിന്നുക. ഇതല്ലേ ഇന്ന് സമൂഹം നടക്കുന്നത്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. പേരിടൽ കർമ്മം നടത്തേണ്ടത് ഉപ്പയാണ്. ഉപ്പയാണ് അതുമായി ഏറ്റവും ബന്ധപ്പെട്ടത്. ഉപ്പയാണ്. അപ്പൊ ആ 2 കാര്യവും പഠിച്ചു. ഇതൊക്കെ മസലകളാണ്. അതുകൊണ്ടാണ് ഈ നിർത്തി പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം. അതിനാണ് ഇന്നത്തെ ദിവസം അതിന് വന്നവർക്ക് ഒരുപാട് കാര്യം കിട്ടും. നമ്മൾ വെറുതെ കളിതമാശ പറഞ്ഞതല്ല, ഇൽമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. നമുക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ കടമ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കടമ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വയുഅല്ലിമുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കലാണ്. മക്കളെ ഖുർആൻ പഠിപ്പിക്കണേ. ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചുവിടണേ. ആ ഖുർആനിന്റെ വക്താക്കളാക്കണേ. ഈ 3 കാര്യങ്ങൾ മക്കളോടുള്ള കടമകളാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആ കുട്ടിയോട് ഓർമ്മപ്പെടുത്തിയപ്പോ കുട്ടി ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഇന്ന ബി ഹാദാ യഉഖുനി, എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. എന്റെ വാപ്പയാണ് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. മസ്തൻജബ ഉമ്മീ, എന്റെ വാപ്പ എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തതല്ല. ഇസ്തറാഹാ ബി400 ദറഹിമ, 400 ദിർഹമിനാണ്, 400 സ്വർണ്ണ നാണയത്തിന് എന്റെ വാപ്പ കമ്പോളത്തിലെ കച്ചവടച്ചരക്കായിരുന്ന അടിമസ്ത്രീയായിരുന്ന ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ്. എന്റെ ഉമ്മ സാലിഹത്തല്ല. എന്റെ വാപ്പ എന്നോടുള്ള കടമ പൂർത്തീകരിച്ചിട്ടില്ല. 2ാമത്തെ കടമയും എന്റെ വാപ്പ എന്നോട് പൂർത്തീകരിച്ചിട്ടില്ല. സമ്മാനി ജഅല വമാ ഹസന ഇസ്മി, എന്റെ പേര് നന്നാക്കിയിട്ടില്ല. എന്റെ വാപ്പ എനിക്ക് പേര് വെച്ചത് ജഅല എന്നാണ്. ജഅല എന്നാൽ അതിന്റെ അർത്ഥം കരിവണ്ടി എന്ന അർത്ഥമാണ്.
കരിവണ്ട് എന്നർത്ഥം വരുന്ന പേരാണ് എൻ്റെ വാപ്പ എനിക്ക് പേര് വെച്ചിട്ടുള്ളത്. കരിവണ്ട് മോനെ ഇവിടെ വാന്ന അതിന്റെ അർത്ഥം. ഖുഫാഷ് സംഭവം കേൾക്കാൻ നല്ല രസമുണ്ട്. ജഅല അറബി പദം അല്ലേ? ജഅല കരിവണ്ട് മോനെ എന്നാണ് അതിന്റെ അർത്ഥം. വളരെ ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, വമാ ഹസന ഇസ്മി, എന്റെ പേര് നന്നാക്കിയിട്ടില്ല, പേര് നന്നാക്കിയിട്ടില്ല. സമ്മാനി ജഅല, എനിക്ക് പേര് വെച്ചിട്ടുള്ളത് ജഅല എന്നാണ്, കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ്. തീർന്നില്ല. വമാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരായത്ത് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ കലാമിൽ നിന്ന് ഒരായത്ത് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മകൻ പരാതിപ്പെട്ടപ്പോ, ആ കുട്ടി പരാതിപ്പെട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വാപ്പയുടെ നേരെ മുഖം ചുവപ്പിച്ചുകൊണ്ട് തിരിയുകയാണ്. ആ കുട്ടിയുടെ പിതാവിന്റെ നേരെ തിരിയുകയാണ്. ആ കുട്ടിയുടെ പിതാവിനോട് ചോദിക്കുകയാണ്, ഇന്നക ഖുൽത അന്ന ഇബ്നക ഖദ് യഅഖുക്, നീയല്ലേ പറഞ്ഞത് നിന്റെ മകൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന്. പക്ഷേ കാര്യം അങ്ങനെയല്ല, നീ അതിനേക്കാൾ മുമ്പേ അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവനോടുള്ള ബാധ്യതകളെ ശ്രദ്ധിക്കാത്ത സഹോദര, മാറി നിൽക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വെളിയത്താട് ലീഗ് ജംഗ്ഷനിലുള്ള മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. നമ്മുടെ മക്കൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ടത് നല്ല ദീനാണ്. മക്കൾക്ക് നിർബന്ധമായും നൽകേണ്ടതാണ്. അവരുടെ പേര് നല്ലതുപോലെ നന്നാക്കണേ. സാലിഹീങ്ങളായി തീരാൻ ബന്ധപ്പെട്ടതാണ് പേര് നന്നാക്കൽ. ആ പേരിലൂടെയാണ് നാളെ മഹ്ശറിൽ മക്കളെ വിളിക്കപ്പെടുക. നിങ്ങളുടെ പേരും നിങ്ങളുടെ മക്കളും ചേർത്തിട്ടാണ് മഹ്ശറിൽ വിളിക്കപ്പെടുക. അതുകൊണ്ട് പേര് നന്നാക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പേര് നമ്മൾ നന്നാക്കി കൊടുക്കണം. അതിലൂടെ മക്കൾക്ക് നന്നാവാൻ സാധിക്കുന്നതാണ്. ആ മക്കൾക്ക് പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധം കൊടുക്കണം. മദ്രസ വിദ്യാഭ്യാസം നിർബന്ധമാക്കണം. ഇതാ വേനൽ അവധി എത്തിയിരിക്കുകയാണ്. മക്കളെ നിങ്ങൾ വണ്ടർലയിലേക്ക് ടൂർ പ്രോഗ്രാമിന് അയക്കരുതേ, അവരെ നിങ്ങൾ കൊണ്ടുപോകരുതേ. കുടുംബങ്ങളുടെ വീടുകളിലെ സന്ദർശനത്തിന് വേണ്ടി മക്കളെ മദ്രസ കട്ട് കൊണ്ടുപോകരുതേ. മദ്രസയുടെ സമയങ്ങൾ നിങ്ങൾ ഹരിക്കരുതേ, അത് നിങ്ങൾ തിരസ്കരിക്കരുതേ. ആ മദ്രസ വിദ്യാഭ്യാസത്തെ അന്യവൽക്കരിക്കരുതേ. പല ആളുകളും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രങ്ങളാണ്. മദ്രസയെന്ന് നമുക്ക് മുദ്ര കുത്തുമ്പോഴും അതിന് സംഭാവന വെച്ചുകൊണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആംഗ്യം കാണിക്കുന്ന മുസ്ലിമായി, ഇരുമുഖമുള്ള മുസ്ലിമായി നീ മാറരുതേ. നിന്റെ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ് മക്കൾക്ക് ദീൻ നൽകണേ, നീ നൽകണേ. ആ മക്കൾ അതിലൂടെ സാലിഹാകട്ടെ. നാളെ മരിച്ച് നമ്മളെ ഖബറിൽ കിടക്കുമ്പോഴും മക്കൾ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബീ, വാപ്പ അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകട്ടെ. അസ്സലാമു അലൈക്കും യാ ഉമ്മി, ഉമ്മ അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളാകുന്ന മക്കളെ വേണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുയായികൾ ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ് യാ റസൂലല്ലാഹ്. നബിയേ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ ഹാൽ വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ് സഹാബ. ഖീല വമൽ ഹാൽ വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്. നബിയേ
എന്താണ് ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർത്തഹീൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്. സഹാബാ ഇദാ ഖതമ ഖതമതാ ഇസ്താനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും പൂർത്തീകരിക്കലാണ്, വീണ്ടും തുടങ്ങി വെക്കലാണ്, വീണ്ടും പൂർത്തീകരിക്കലാണ്. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനുമായി ബന്ധം വെക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ അവർ തീർച്ചയായും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണ് ചെയ്യുന്നതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ പരിശുദ്ധമായ ഈ സമയങ്ങൾ, ഈ പരിശുദ്ധമായ റജബ് നമ്മൾ വിട പറയുകയാണ്. ഇനി ശഅബാൻ നമ്മളിലേക്ക് കടന്നു വരുകയാണ്, റമളാൻ നമ്മളിലേക്ക് കടന്നു വരുകയാണ്. ഇനി കേവലം 33 ദിവസങ്ങൾ കഴിയുമ്പോൾ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ആരാണ് സഹോദര നന്നായിട്ടുള്ളത്? കഴിഞ്ഞ റമളാനിൽ നോമ്പുകൾ ഖളാ വീട്ടാനുള്ള സഹോദരിമാരില്ലയോ? നമസ്കാരങ്ങൾ ഖളാ വീട്ടാനുള്ള ചെറുപ്പക്കാരില്ലയോ? ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നാവുള്ളവരില്ലയോ? ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് സമയങ്ങളെ കൊന്നു തീർക്കുന്ന ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, നമ്മുടെ നാവൊന്ന് നന്നാക്കണേ, നമ്മുടെ അവയവങ്ങളൊന്ന് കോച്ച് വിലങ്ങിടങ്ങണേ, അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തിരിക്കണേ. നമസ്കാരം ചിട്ടവെച്ച് നാളെ നോമ്പ് പിടിക്കുന്നതിലൂടെ നോമ്പിനെ ഒന്ന് വരവേൽക്കാനുള്ള ആർജവം കണക്കെടുത്ത് നമസ്കാരങ്ങൾ ചിട്ടവെച്ച് പരിശുദ്ധ നമസ്കാരങ്ങളിൽ ആർജവത്തോടുകൂടി ജമാഅത്തുകളിലേക്ക് പുരുഷന്മാർ കടന്നു ചെന്ന് സ്ത്രീകൾ ആദ്യ വഖത്തിൽ വീടിന്റെ അകത്തലങ്ങളിൽ തന്നെ നമസ്കാരം നിർവഹിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാഥനായ റബ്ബിലേക്ക് ഒന്ന് തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ, അല്ലാഹ് നീ തൗഫീഖ് നൽകണേ റബ്ബേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളോടുള്ള കടമകൾ പാലിച്ച വിഷയത്തിൽ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാഹ്.